അതെ, തിരക്കിലിരിക്കുകയാണോ? ഇല്ല, വൈകുന്നേരം എപ്പോ ഇറങ്ങും? ഇത്തിരി നേരത്തെ ഇറങ്ങാൻ പറ്റുമോ? ഇല്ല, അതൊന്നുമില്ല. പിന്നെന്താ, നീര് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയോ? കള്ളം പറയരുത്, അവളെ ഞാൻ ഫോണിലേക്ക് വിളിപ്പിക്കും. വേണ്ട, ഉടനെ എത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇല്ല, ഓഫീസിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരണമെന്ന് പറയായിരുന്നു. മതി, ശരി. പക്ഷെ അതെങ്ങനെ? ഇനി നിനക്ക് തെറ്റിയതാണെങ്കിലോ? ഹോസ്പിറ്റലിൽ നിന്ന് അവൾ വന്നത് നവംബർ 10-ാം തീയതി. ഇന്ന് ജനുവരി 17, അതായത് 68 ദിവസം. അതെ, ഇത്രയും ദിവസം ധാരാളം മതി ഒരു പെണ്ണിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ. അതും ഊണിലും ഉറക്കത്തിലും ചുറ്റിപ്പറ്റി നിൽക്കുന്ന വേറൊരു പെണ്ണിന്. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഡോക്ടറെ കാണാം, അവര് നോക്കട്ടെ. മുറ തെറ്റിന്ന് വെച്ച് അത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നീര എവിടെ? കുളിക്കുന്നു. നീരയ്ക്കറിയാമോ? എന്തോ അത് മനസ്സിലാകുന്നില്ല. ഏതായാലും ഡോക്ടറെ കാണട്ടെ. അതെ, നീ ഡോക്ടർക്ക് ഫോൺ ചെയ്തോളൂ. ഞാൻ ഫോൺ ചെയ്യാം. അതെ, നീരയ്ക്ക് സംശയമൊന്നും തോന്നരുത്. നിനക്കൊരു കാഷ്വൽ ചെക്കപ്പിന് പറഞ്ഞ് പോയാൽ മതി. കൂടെ ഡോക്ടറോട് പറഞ്ഞിട്ട് അവളെ ഒന്ന് നോക്കിക്കുക. മനസ്സിലായി. ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ടുമായിട്ട് ഒന്നുകൂടി എന്നെ ഒന്ന് കാണണം. അപ്പൊ ശരി. താങ്ക് യു ഡോക്ടർ. ആ അകത്ത് മുറിയിലിരിക്കുന്ന പെൺകുട്ടിയെ ഒന്ന് വിളിക്കൂ. ടെസ്റ്റിംഗ്. കണ്ണുനീരും വിയർപ്പൊഴിച്ച് ബാക്കിയെല്ലാം പരിശോധിച്ചറിയണമെന്ന്. എന്തിനോ എന്തോ ഇവർക്ക് എപ്പോ വന്നാലും ടെസ്റ്റിംഗ്. എടുത്തമ്മ എവിടെ? വന്നോളും. പ്രഗ്നൻസി തന്നെയാണ്. 3 മാസമെങ്കിലും ആയിട്ടുണ്ടാവണം. മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് എത്രയായിട്ടുണ്ടാവും? 2 മാസം. അവിടെ 1 മാസത്തിന് മേൽ കിടന്നിട്ടുണ്ട്? ഉണ്ട്. അവിടെ വെച്ച് പറ്റിയതാവണം. പിന്നെ അതിനാ കുട്ടി നോർമലും ആയിരുന്നില്ലല്ലോ. അവൾക്ക് ഇതേപ്പറ്റി അറിയാമോ? അതെനിക്ക് എങ്ങനെ പറയാൻ പറ്റും? സംശയം തോന്നരുന്ന് പറഞ്ഞിരുന്നോണ്ട് ഞാൻ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അംബികയുടെ ഹസ്ബൻഡും ആ കുട്ടിയും കൂടിയാണ്. പക്ഷേ ചെയ്യുന്നെങ്കിൽ ഇനി അത് വൈകിക്കുന്നത് ബുദ്ധിയല്ല. എനിവേ, പോയി ആലോചിച്ചിട്ട് എന്നെ ഫോൺ ചെയ്യൂ. വറീഡാകണ്ട. ഐ വിൽ ലെറ്റ് യു നോ ഡോക്ടർ. അങ്ങ് ചെയ്യുക. അത് തന്നെ. ഇനിയിപ്പോ ആലോചിച്ചിരുന്നിട്ട് അവര് പറഞ്ഞതുപോലെ കുഴപ്പമാക്കണ്ട. അവൾ അറിഞ്ഞാൽ സമ്മതിക്കുമെന്നാ? അവൾ എന്തിനാ അറിയുന്നേ? എല്ലാം കഴിഞ്ഞിട്ട് അറിഞ്ഞാ മതി. ആരാ ഉത്തരവാദി അവൾക്ക് പോലും നിശ്ചയമില്ലാത്ത ഒരു വല്ല ഭ്രാന്തന്റെ ആയിരിക്കും. ഡോക്ടറെ വിളിച്ചൊരു ഡേറ്റ് ഫിക്സ് ചെയ്തോളൂ. ഒരു ദിവസമെങ്കിലും 1 ദിവസം നേരത്തെ ആയിക്കോട്ടെ. എന്താ കുട്ടി ഉറക്കൊളച്ചിരുന്ന രസായിട്ട് വായിക്കണേ? ഒരു കഥയാ മധുമ്മേ. കഥേ? എന്ത് കഥ? ഒരു കിളിയുടെ കഥ. പറന്നു പറന്നു പോകുന്ന ഒരു കിളിയുടെ കഥ. അസ്ലായി. ആ നേരത്ത് വല്ല പുരാണവും വായിച്ചിരുന്നെങ്കിൽ പുണ്യെങ്കിലും കിട്ടിയേനെ.
അങ്ങ് തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. എങ്ങനെയുണ്ട് അവള്? അവളൊന്നും അറിഞ്ഞിട്ട് തന്നെയില്ല. അതിന് മുൻപ് ഉറങ്ങിക്കഴിഞ്ഞു. ഒന്നുമില്ലെന്നേ, ഈ ബാലേട്ടന്റെ ഒരു പരിഭ്രമം. ഞാൻ ഇരിക്കണം ഇവിടെ. വേണ്ട, നീ അങ്ങോട്ട് വന്നോളൂ. കഴിഞ്ഞു. മയക്കമാണിപ്പോഴും. No other problems? Nothing. മീര, കുടിക്കാൻ വെള്ളം വേണോ? എന്താ മോളെ? എന്താ ഇത്? ഒക്കെ പിന്നെ പറയാം. ഇപ്പൊ നീ ചുമ്മാ കണ്ണടച്ച് കിടന്നു. ഉറങ്ങി തീർന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഉറങ്ങി തീർന്നു എങ്കിൽ നമുക്ക് ഡോക്ടറോട് ചോദിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. ഏട്ടത്തിയമ്മേ, എന്താ മോളെ? എന്താ നിങ്ങൾ എന്നെ ചെയ്തത്? ഒന്നുമില്ല കുട്ടി. നീ പോലും അറിയാതെ നിനക്കൊരു കുഴപ്പം പറ്റിയിരുന്നു. അത് നീ പോലും അറിയാതെ ഞങ്ങളെ നീക്കിക്കളഞ്ഞു എന്ന് വിചാരിച്ചാ മതി. ഏട്ടത്തിയമ്മേ, എനിക്ക് ആ കുഞ്ഞിന് വേണമായിരുന്നു ഏട്ടത്തിയമ്മേ. അതിനെ ഞാൻ വളർത്തായിരുന്നു ഏട്ടത്തിയമ്മേ. അതെന്താ അവൾ അങ്ങനെ പറയാൻ? ചോദിച്ചിട്ട് വേറൊന്നും പറയുന്നില്ല. അവളൊന്നും പറയുന്നില്ല. ഇതെന്നല്ല, ഒന്നും. വീണ്ടും ആ പഴയ അസുഖത്തിന്റെ ലക്ഷണമാവുമെന്നാ എന്റെ പേടി. പാല് കുട്ടി കഴിക്കണ ആ ഗുളിക ഒന്നും എനിക്കും തരിക. അതൊന്നും കഴിച്ചാൽ നേരം വിളിക്കണവരെ ഒന്നും അറിയണ്ട. ലൈറ്റ് അണക്കട്ടെ? എന്താ പരന്താ? വാടി മീര, എന്തെങ്കിലും പറഞ്ഞായിരുന്നു?